ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ദേശീയ ദിനാഘോഷ നിറവിൽ സൗദി അറേബ്യ. 95ാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത്. സ്വദേശികളും വിദേശികളും ആഘോഷങ്ങളുടെ ഭാഗമായി. തൊണ്ണൂറ്റിയഞ്ചാം ദേശീയ ദിനം വിപുലമായി ആഘോഷിക്കുകയാണ് സൗദി അറേബ്യ. സർക്കാർ തലത്തിലും സ്വകാര്യ മേഖലയിലുമെല്ലാം വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. സൈനിക പരേഡും എയർ ഷോയും കരുമരുന്ന് പ്രയോഗങ്ങളും രാജ്യത്തിന്റെ പല ഭാഗത്തും നടന്നു. പ്രമുഖ കലാകാരന്മാരെ അണിനിരത്തി സംഗീത പരിപാടികൾ പ്രധാന നഗരങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ഷോപ്പിംഗ് ഉത്സവങ്ങളും 95 വർഷത്തെ ചരിത്രം അനാവരണം ചെയ്യുന്ന പ്രദർശനങ്ങളും നടക്കുകയാണ് പല ഭാഗത്തും. മലയാളികൾ ഉൾപ്പെടെ വിദേശികളും ആഘോഷങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. വിനോദയാത്രകളും രക്തദാന ക്യാമ്പുകളും കലാവിരുന്നുകളും പല മലയാളി കൂട്ടായ്മകൾക്ക് കീഴിലും നടക്കുകയാണ്. സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ജനങ്ങൾക്ക് ദേശീയ ദിനാശംസകൾ നേർന്നു. വിവിധ ലോക നേതാക്കൾ സൗദി ഭരണാധികാരികൾക്കും ദേശീയ ദിനാശംസകൾ നേർന്നു. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പല ആഘോഷ പരിപാടികളും ആരംഭിച്ചിരുന്നു. വരും ദിവസങ്ങളിലും ആഘോഷങ്ങൾ തുടരും. 1932 സെപ്റ്റംബർ 23 അബ്ദുൽ അസീസ് രാജാവിന് കീഴിൽ ആധുനിക സൗദി അറേബ്യ രൂപം കൊണ്ടതിന്റെ സ്മരണ പുതുക്കുകയാണ് ദേശീയ ദിനാഘോഷത്തിലൂടെ രാജ്യം. ജലീൽ കണമകലം, 24 ജിദ്ദ. 95ാമത് സൗദി ദേശീയ ദിനാഘോഷ വേളയിൽ സൗദി അറേബ്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ലുലു ഗ്രൂപ്പ്. അൽഖോബാർ ന്യൂ കോർണിഷിൽ സൗദി ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തീർത്ത ഏറ്റവും വലിയ ഷാറ്റേഡ് ഗ്ലാസ് ആർട്ടാണ് ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചത്. ഈ വർഷത്തെ ദേശീയ ദിന ഔദ്യോഗിക ചിഹ്നം ആലേഖനം ചെയ്ത കലാസൃഷ്ടി അൽഖോബാർ മുനിസിപ്പാലിറ്റിയുടെയും യൂണിലിവറിന്റെയും സഹായത്തോടെയാണ് ലുലു ഗ്രൂപ്പ് തയ്യാറാക്കിയത്. സൗദി അറേബ്യ എന്ന വലിയ രാജ്യം 95ാമത് സൗദി ദേശീയ ദിനാഘോഷ നിർവൃതിയിലെത്തി നിൽക്കുമ്പോൾ ഈ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ്. സൗദി ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അൽഖോബാർ ന്യൂ കോർണിഷിൽ തീർത്ത ഏറ്റവും വലിയ ഷാറ്റേഡ് ഗ്ലാസ് ആർട്ടാണ് ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചത്. ഈ വർഷത്തെ സൗദി ദേശീയ ദിന ഔദ്യോഗിക ചിഹ്നം ആലേഖനം ചെയ്ത കലാസൃഷ്ടി അൽഖോബാർ മുനിസിപ്പാലിറ്റിയുടെയും യൂണിലിവറിന്റെയും സഹകരണത്തോടെയാണ് ലുലു ഗ്രൂപ്പ് പൂർത്തിയാക്കിയത്. രാജ്യത്തിന്റെ അഭിമാനവും പാരമ്പര്യവും ഐക്യവും അടയാളപ്പെടുത്തുന്ന ഗ്ലാസ് ആർട്ട് അൽഖോബാർ മുനിസിപ്പാലിറ്റിക്ക് സമ്മാനിച്ചു. ഇതോടെ കിഴക്കൻ പ്രവിശ്യയെ ചരിത്ര പ്രസക്തിയോടെ അടയാളപ്പെടുത്തുന്ന അഭിമാന ചിഹ്നമായി ഈ ഗ്ലാസ് ആർട്ട് മാറി. നൂതനവും വേറിട്ടതുമായ ഷാറ്റേഡ് ഗ്ലാസ് പെയിന്റിംഗ് സൃഷ്ടികളുടെ പ്രശസ്തനായ സൗദി ദൃശ്യ കലാകാരൻ അസീൽ അൽ മുഗ്ലൌത്താണ് ഈ അതുല്യ കലാസൃഷ്ടിക്ക് രൂപം നൽകിയത്. എഞ്ചിനീയറിംഗ് വൈവിധ്യവും കലയും സംയോജിപ്പിച്ച് ഗ്ലാസ് ആർട്ടിലൂടെ മനോഹരമായ കലാസൃഷ്ടി ഒരുക്കുന്നതിൽ സൗദിയിലും അറബ് ലോകത്തിലുടനീളവും അംഗീകരിക്കപ്പെട്ട കലാകാരൻ കൂടിയാണ് അസീൽ. അൽഖോബാർ ന്യൂ കോർണിഷിൽ നടന്ന ചടങ്ങിൽ അൽഖോബാർ മുനിസിപ്പാലിറ്റി ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ നൈഫ് അൽ സുവൈ, മീഡിയ ആൻഡ് കോർപ്പറേഷൻ കമ്മ്യൂണിക്കേഷൻ മാനേജർ സുൽത്താൻ അൽ ഒത്തൈബി, ലുലു സൗദി ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, ഈസ്റ്റേൺ പ്രൊവിൻസ് റീജിയണൽ ഡയറക്ടർ ഷംനാസ് പള്ളിക്കണ്ടി, എക്സിക്യൂട്ടീവ് മാനേജർ എഞ്ചിനീയർ മുഹമ്മദ് അഹമ്മദ് അബ്ദുൽ ജലീൽ ബബുഷെയ്ത്ത് തുടങ്ങി വിശിഷ്ടാതിഥികളും മുതിർന്ന ഉദ്യോഗസ്ഥരുമെല്ലാം സന്നിഹിതരായിരുന്നു. ദേശീയ ദിനാഘോഷവേളയിൽ സൗദിയുടെ അഭിമാനവും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനകരമായ കലാസൃഷ്ടി ഒരുക്കിയതിനും ഗിന്നസ് സമ്മാനിച്ചതിനും ലുലുവിനെ അഭിനന്ദിക്കുന്നതായി അൽഖോബാർ മുനിസിപ്പാലിറ്റി ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ നൈഫ് അൽ സുവൈ പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ ഗ്ലാസ് ആർട്ടിലൂടെ സൗദി ദേശീയ ദിനാഘോഷം ഗംഭീരമാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന ലുലു സൗദി ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പറഞ്ഞു. ലുലുവും യൂണിലിവറും കൂടി ചേർന്ന് 95ാമത്തെ സൗദിയുടെ നാഷണൽ ഡേയോടനുബന്ധിച്ച് സൗദിയുടെ ചരിത്രത്തിലെ 3ാമത്തെ ശ്രമമാണ് ഞങ്ങൾ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി ഞങ്ങളുടെ എഫേർട്ട്, ഞങ്ങളുടെ ട്രൈ, അത് 3ാമത്തേതും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷം എല്ലാവരും അറിയിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ ഈ ടീം ഇത് ലീഡ് ചെയ്തത് സൗദി പെൺകുട്ടിയാണ് സന. അവരുടെ ടീം ആണ് ഇത് മുഴുവൻ, ഇതിനുള്ള എഫർട്ട് മുഴുവൻ എടുത്തത്. അപ്പോൾ അവരോടുള്ള നന്ദി ഞാൻ സൗദി നാഷണൽസിനോടും അതിൻ്റെ അൽഖോബാർ ആൻഡ് ദമാം മുനിസിപ്പാലിറ്റിയോടുള്ള നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും 95ാമത്തെ സൗദി നാഷണൽ ഡേ വിഷ് ചെയ്യുകയാണ് ഞങ്ങൾ. ആൻഡ് ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് അസീൽ വർക്ക് ഫോർ ദിസ് വൺ. സൗദിയിലെ ജനങ്ങളോടുള്ള ആത്മാർത്ഥമായ ആദരവാണ് ഈ കലാസൃഷ്ടി.
അകമഴിഞ്ഞ പിന്തുണ നൽകിയ അൽഖോബാർ മുനിസിപ്പാലിറ്റി, യൂണിലിവർ, ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി, കലാകാരൻ അസീൽ അൽ മുഗ്ലൌത്ത് എന്നിവർക്കുമെല്ലാം ലുലു സൗദി ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് നന്ദി അറിയിച്ചു. സുബൈറുദ്ദീനൂർ, 24 ദമാം. സ്വദേശികളെ പോലെ തന്നെ വിദേശികളും സൗദി ദേശീയ ദിനം ആഘോഷിക്കുകയാണ്. കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തും മലയാളി പ്രവാസികളും ആഘോഷങ്ങളിൽ പങ്കാളികളായി. സൗദി അറേബ്യയുടെ 95ാം ദേശീയ ദിനം കൂടി വന്നെത്തിയ ആഹ്ലാദ നിറവിലാണ് നാടും നഗരവും. കൊടിതോരണങ്ങളും സൗദി പതാകകളും കൊണ്ട് നഗരവീഥികൾ നിറഞ്ഞു കവിഞ്ഞു. സ്വദേശികളെ പോലെ തന്നെ വിദേശികളും ഏറെ സന്തോഷത്തിലാണ്. കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തും ആശംസകൾ കൈമാറിയുമെല്ലാം മലയാളി പ്രവാസികളും 95ാം ദേശീയ ദിനം ആഘോഷമാക്കുകയാണ്. അതോടൊപ്പം ഇന്ത്യൻ പ്രവാസികൾക്കും വ്യവസായ സംരംഭകർക്കും ഒപ്പം പുരോഗതിയിലേക്ക് ഉയരാനും കഴിയുന്നത് തന്നെ സൗദി ഭരണാധികാരികളുടെ ദീർഘവീക്ഷണവും ഈ രാജ്യത്തെ ജനതയുടെ ചേർത്തുപിടിക്കലും കൊണ്ട് മാത്രമാണെന്ന് സൗദിയിലെ പ്രമുഖ വ്യവസായിയും പ്രവാസ ഭാരതീയ സമ്മാൻ ജേതാവുമായ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് പറഞ്ഞു. 4 പതിറ്റാണ്ടായി ഈ രാജ്യത്തുണ്ട്. കിങ് സൽമാൻ, ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനും ഈ നാടിന് കൊടുത്തിട്ടുള്ള സന്ദേശമനുസരിച്ച് ഈ നാടിൻ്റെ പ്രോഗ്രസീവ് എന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് രാജ്യം ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിലുള്ള പ്രവാസികളും ലോക്കൽസും ഒരുപോലെ കൈകോർത്തുകൊണ്ടാണ് ഈ സംരംഭം വിജയിപ്പിക്കുന്നത്. 2030 അനൗൺസ്മെൻറ്റിന് ശേഷം സൗദി അറേബ്യയ്ക്ക് മെച്ചപ്പെട്ട ഒരുപാട് വലിയ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഓരോ ദിവസവും ഓരോരോ പുതിയ മാറ്റങ്ങളും അനൗൺസ്മെന്റും വരികയാണ്. ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങളാണ്. സൗദി രാജഭരണത്തിന്റെ ഇന്നത്തെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നത് നാടിനെ മറ്റുള്ള രാജ്യത്തേക്കാൾ ബെറ്ററായി കംഫോർട്ടബിൾ സോണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. രാജ്യത്തെ ഭരണാധികാരികൾക്ക് ആരോഗ്യത്തിൽ ആയുസ് കൊടുക്കാനും അവർക്ക് നല്ലത് ചെയ്യാൻ ഇനിയും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഈ രാജ്യത്തെ ഭരണാധികാരികളായ കിങ് സൽമാനും അതുപോലെ മുഹമ്മദ് ബിൻ സൽമാനും സൗദി നാഷണൽ കൊടുക്കുന്ന അതേ പ്രാതിനിധ്യം തന്നെയാണ് പ്രവാസികൾക്കും കൊടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സന്തോഷം. സൗദിയുടെ 95ാം ദേശീയ ദിനം കൂടി വന്നെത്തുമ്പോൾ ഈ രാജ്യം നൽകിയ സ്നേഹവും പിന്തുണയും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിനും അപ്പുറമാണെന്ന് ദമാമിലെ പൗരപ്രമുഖൻ അഹമ്മദ് പുളിക്കൽ പറഞ്ഞു. കഴിഞ്ഞ 50 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് കേരളക്കാരുടെ ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ചയിൽ സൗദി അറേബ്യയുടെ പങ്ക് വളരെ വലുതാണ്. സൗദി അറേബ്യയുടെ 95ാമത്തെ ദേശീയ ദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ രാജ്യത്തെ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സൗദി അറേബ്യ ഇന്ത്യൻ പ്രവാസികൾക്ക് പോറ്റമ്മയാണെന്നും അത്ഭുതകരമായ വളർച്ചയാണ് ഈ രാജ്യം കൈവരിച്ചതെന്നും OICC സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല പറഞ്ഞു. ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർക്ക്, വിശിഷ്യ മലയാളികൾക്ക് പോറ്റമ്മയാണ് സൗദി അറേബ്യ. ഗൾഫ് രാജ്യങ്ങളിൽ സമാനതയില്ലാത്ത പുരോഗതിയിലേക്കാണ് സൗദി എന്ന് പറയുന്ന രാജ്യം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. 95ാമത് ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ ഈ രാജ്യത്തെ ഭരണാധികാരികൾക്കും ഈ രാജ്യത്തെ നല്ലവരായ ജനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവിധ സൗദി ദേശീയ ദിന ആശംസകൾ അറിയിക്കുക. സൗദി അറേബ്യ എന്ന ഈ വലിയ രാജ്യം 95ാം ദേശീയ ദിന നിർവൃതിയിൽ എത്തി നിൽക്കുമ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസികൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, സൗദി ഭരണകൂടമേ നിങ്ങൾക്കൊരായിരം നന്ദി. സുബൈറുദ്ദീനൂർ, 24 ദമാം. റിയാദിലെ പ്രവാസി മലയാളികളും 95ാമത് സൗദി ദേശീയ ദിനം ആഘോഷിച്ചു. എറണാകുളം ജില്ലാ പ്രവാസി അസോസിയേഷൻ വിമൻസ് കളക്ടീവിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടി സാമൂഹിക പ്രവർത്തകൻ ശിഹാബ് കൊട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നസ്രിയ ജിബിൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സൗമ്യ തോമസ് സ്വാഗതവും ട്രഷറർ ഡോക്ടർ അമൃത മേലേമഠം നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ എംബസി സ്കൂൾ ചെയർപേഴ്സൺ ഷഹനാസ് അബ്ദുൾ ജലീൽ കേക്ക് മുറിച്ച ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. സഫ്ന അമീർ, നൗറിൻ ഷാ, റിസാന ഖാദിജ, നെജു കബീർ, മിനി, സ്വപ്ന ഷുക്കൂർ, നസ്രീൻ റിയാസ്, റിസ്വാന ഫാരിസ്, ഇർഫാന എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ ഫേസ് പെയിന്റിംഗ് മത്സരവും വൈവിധ്യമാർന്ന മറ്റ് കലാപരിപാടികളും നടത്തി. 95ാം ദേശീയ ദിനം ആഘോഷിക്കുന്ന സൗദി അറേബ്യയ്ക്ക് ആശംസകൾ നേർന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. രാജ്യത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായും അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് കാന്തപുരം സൗദിയിലെ പ്രവാസികളോട് ആവശ്യപ്പെട്ടു. ഈ ദിവസം അവർക്ക് അധികാരം കിട്ടിയ അന്നു മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ആളുകളും ആ മംലക്കയുടെ ഖൈറിനു വേണ്ടി ദുആ ചെയ്യുകയും അവിടുത്തെ നിയമങ്ങളും ചിട്ടകളും പാലിച്ചുകൊണ്ടല്ലാതെ
ഒരിക്കലും ജീവിക്കാൻ പാടില്ല എന്ന് ഇസ്രായേലിന് വിരുദ്ധം അല്ലാത്ത എല്ലാ നിയമങ്ങളും അവിടുന്ന് കൊണ്ടുവരുന്നതൊക്കെ സ്വീകരിക്കുമെന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങളെല്ലാവരും ഈ യൗമുൽ ഫത്റിനെ സ്വീകരിക്കണമെന്ന്. ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നോണക്കാഴ്ചയുടെ ഭാഗമായി വിവിധ മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. മലയാളി മംഗ, കിഡ്സ് ഫാഷൻ ഷോ, പുരുഷ കേസരി, നാടൻപാട്ട് വിഭാഗങ്ങളിലെ പ്രാരംഭഘട്ട മത്സരങ്ങളാണ് നടന്നത്. ഖിസൈസിലെ ന്യൂ ഡോൺ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. പ്രവാസികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നോണക്കാഴ്ചയുടെ മത്സരങ്ങൾക്കാണ് ദുബായിൽ അരങ്ങുണർന്നത്. ഓണം കൺവെൻഷനോടെയായിരുന്നു പരിപാടികൾക്ക് തുടക്കമായത്. കൺവെൻഷനിൽ മെമ്പർ കോളേജ് പ്രതിനിധികളും വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരും ജോയിന്റ് കൺവീനർമാരും പങ്കെടുത്തു. അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി ജോസഫ് അധ്യക്ഷനായിരുന്നു. കേരളത്തിന് വെളിയിൽ ഏറ്റവും വലിയ മാമാങ്കം ഓണാഘോഷം അക്കാഫ് അസോസിയേഷൻ്റെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ നേതാക്കന്മാരെല്ലാം അവരവരുടെ കർത്തവ്യങ്ങൾ മുഴുകി നിൽക്കുകയാണ്. സോ വി ആർ ഗോയിങ് ടു ഷോ കേസ് an amazing show and this time is special because flowers are with us. സോ നമ്മളിപ്രാവശ്യം ഭയങ്കരമായിട്ട് മലയാളികൾക്ക് ഒരു വലിയ ഓണവിരുന്ന് ഒരുക്കുകയാണ്. ഏകദേശം 20,000 ആൾക്കാർ വി ആർ എക്സ്പെക്ടിങ് ഫുട്ഫോൾ ഇൻ ദ വേൾഡ് ട്രേഡ് സെൻറ്റർ. സോ ഇന്ന് മുതൽ ഒത്തിരി പരിപാടികൾ ഫുൾ ടൈം ഇതിൻ്റെ പുറകെയായിരിക്കും എല്ലാവരും. മലയാളി മംഗ, കിഡ്സ് ഫാഷൻ ഷോ, പുരുഷ കേസരി, നാടൻപാട്ട് വിഭാഗങ്ങളിലെ പ്രാരംഭഘട്ട മത്സരങ്ങളാണ് ദുബായിൽ നടന്നത്. അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി ജോസഫ്, ജനറൽ സെക്രട്ടറി ഷൈൻ ചന്ദ്രസേനൻ, ട്രഷറർ രാജേഷ് പിള്ള എന്നിവർ നിലവിളക്ക് കൊളുത്തി മത്സര പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ കോളേജുകളുടെ ഭാഗമായി 100-ലേറെ പേർ പുരുഷ കേസരി, മലയാളി മംഗ മത്സരത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ പങ്കെടുത്തു. പ്രാഥമിക ഘട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 15 പേർ വീതം അടുത്തയാഴ്ച വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന പൊന്നോണക്കാഴ്ചയുടെ വേദിയിൽ മാറ്റുരയ്ക്കും. 20ഓളം കോളേജുകൾ മാറ്റുരച്ച നാടൻപാട്ട് മത്സരത്തിൽ തൃശൂർ ചിന്മയ മിഷൻ കോളേജ് 1ാം സ്ഥാനവും, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് 2ാം സ്ഥാനവും, കോഴിക്കോട് സാമനൻസ് ഗുരുവായൂരപ്പൻ കോളേജ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 4 വിഭാഗങ്ങളെ നടത്തിയ കിഡ്സ് ഫാഷൻ ഷോയിൽ 200-ലേറെ കുട്ടികളാണ് മത്സരിച്ചത്. 24 ദുബായ്. സാമൂഹ്യ സേവന രംഗത്ത് നടത്തുന്ന മികച്ച പ്രവർത്തനത്തിന് സൗദിയിലെ ജിസാൻ KMCCക്ക് അംഗീകാരം. ജിസാനിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ നാസർ ആശുപത്രിയാണ് KMCCക്ക് അംഗീകാരം നൽകിയത്. പ്രശസ്തി പത്രവും മെമന്റോയും പ്രസിഡന്റ് ഷംസു പൂക്കോട്ടൂർ ഏറ്റുവാങ്ങി. ഇന്ത്യൻ പ്രവാസികൾക്കുണ്ടാവുന്ന രോഗം, അപകടം, മരണം തുടങ്ങിയ വിഷയങ്ങളിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ഈ അംഗീകാരം. സൗദി അറേബ്യയുടെ 95ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് KMCC നടത്തിയ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ വെച്ച് ആശുപത്രി ഡയറക്ടർ സാബിരി യഹ്യ ഗാവി അംഗീകാരപത്രം കൈമാറി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.